ഓം ശാന്തി. 11/1/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, യോഗം അഗ്നിക്ക് സമാനമാണ്. ഇതിൽ നിങ്ങളുടെ പാപം കത്തി നശിക്കുന്നു. ആത്മാവ് സത്തോ പ്രധാനമാകുന്നു. ഇതിനാൽ ഒരു ബാബയുടെ ഓർമ്മയിൽ, അതായത് യോഗത്തിൽ ഇരിക്കൂ. ശുദ്ധീകരണത്തിന് ഉള്ള ഏറ്റവും ശക്തമായ ഒരു മാധ്യമമാണ് അഗ്നി. ജലവും ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നു. എന്നാൽ ശുദ്ധമാക്കുന്നതിനിടയിൽ ജലം സ്വയം അശുദ്ധമായി തീരുന്നു. എന്നാൽ അഗ്നിയാണെങ്കിൽ എന്ത് അശുദ്ധിയുണ്ടെങ്കിലും അത് പൂർണ്ണമായും നശിപ്പിക്കുന്നു. എന്നാൽ സ്വയം വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഇതുപോലെ വളരെ ശക്തമായ ശുദ്ധീകരണ ആയുധമാണ് യോഗം. യോഗമെന്നാൽ സ്വയം ആത്മാവെന്ന് മനസ്സിലാക്കി പരമാത്മാവിൻ്റെ ഓർമ്മയിൽ ഇരിക്കുന്നതിനെയാണ് പറയുന്നത്. ഈ യോഗത്തിലൂടെയാണ് നമ്മൾ ആത്മാക്കളുടെ പാപം കത്തി നശിക്കുന്നത്. ആത്മാവ് സത്തോ പ്രധാനം ആകുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ബാബ എന്നും എപ്പോഴും പറയുന്നത്, ബാബയുടെ ഓർമ്മയിൽ ഇരിക്കൂ, അതായത് യോഗത്തിൽ ഇരിക്കൂ. കാരണം പല ജന്മങ്ങളിലെ പാപഭാരം ആത്മാവിലുണ്ട്. അത് തീർക്കുക തന്നെ വേണം. അത് തീർക്കുമ്പോഴാണ് നാം സത്തോ പ്രധാനമാകുന്നത്. ചോദ്യം: പുണ്യാത്മാവാകുന്ന കുട്ടികൾ ഏത് കാര്യത്തിലാണ് വളരെ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടത്? ഉത്തരം: പൈസ ദാനം ആർക്ക് കൊടുക്കണം? ഈ കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ വയ്ക്കണം. ആർക്കെങ്കിലും പൈസ നൽകി അവർ പോയി മദ്യപിച്ചു എങ്കിൽ, മോശമായ കർമ്മം ചെയ്തു എങ്കിൽ, അതിൻ്റെ പാപം നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ പാപാത്മാക്കളുമായി ഇനി കൊടുക്കൽ വാങ്ങൽ ചെയ്യരുത്. ഇവിടെ നിങ്ങൾ പുണ്യാത്മാവാകണം. നാം ഒരു മല കയറുകയാണെന്നിരിക്കട്ടെ. ആ മലയിലേക്ക് എത്ര കയറുന്നുവോ അത്രയും വളരെ നല്ല അനുഭവമായത് കാരണം കയറ്റത്തിൻ്റെ സ്പീഡ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അക്കൂട്ടത്തിൽ ആരുടെയെങ്കിലും അടുക്കൽ വലിയ ഭാരമുള്ള ഭാണ്ഡക്കെട്ടുകളുണ്ട്, അല്ലെങ്കിൽ കല്ലുകളുണ്ട്, അവർ ചുമന്നു നടക്കുകയാണ്, അതുമല്ലെങ്കിൽ കാലിൽ കെട്ടിയിട്ടിരിക്കുകയാണ് എങ്കിൽ അവർക്ക് മല കയറുന്നത് ദുഷ്കരമായിരിക്കും. ഇതാണ് നമ്മുടെ കർമ്മക്കണക്കുകൾ. ഈ കർമ്മക്കണക്കുകൾ നമ്മുടെ പ്രയാണത്തിൽ നമ്മെ തളർത്തുന്നു. ഇന്ന് ബാബ പ്രത്യേകിച്ചു പറയുന്നു, പാപാത്മാക്കളുമായി കൊടുക്കൽ വാങ്ങൽ നടത്തരുത്. കാരണം നാം ആർക്കെങ്കിലും പണം കൊടുത്തു, അവർ കൊണ്ട് ദുരുപയോഗം ചെയ്തു എങ്കിൽ അതിൻ്റെ പാപം നമ്മുടെ അടുക്കൽ വരും. നമ്മുടെ പാപങ്ങളുടെ കണക്ക് നാം കുറച്ചുകൊണ്ട് വരികയാണ്. ആ സമയം മറ്റുള്ളവർ ചെയ്തതിൻ്റെയും കൂടി പാപക്കണക്ക് നമ്മുടെ അടുക്കൽ വരുന്നുവെങ്കിൽ അത് നമ്മളെ വല്ലാതെ ഭാരിച്ചതാക്കും. ഇവിടെ നാം പുണ്യാത്മാവാകുന്നതിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പാപാത്മാക്കളുമായി കൊടുക്കൽ വാങ്ങൽ നടത്തരുത്. ഗീതം: അവർ നമ്മിൽ നിന്ന് വിട്ടുപോകുകയുമില്ല, നമ്മളുടെ ഉള്ളിൽ നിന്ന് സ്നേഹം കുറയുകയുമില്ല. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഇപ്പോൾ യാത്ര പൂർത്തിയായി തിരിച്ചു വീട്ടിലേക്ക് പോകണം. ഇതിനാൽ ഈ പഴയ ലോകത്തോട് പരിധിയില്ലാത്ത വിരക്തി വെച്ച് ബുദ്ധിയോഗം ബാബയുടെ ഓർമ്മയിൽ മുകളിൽ തന്നെ വെക്കണം. 2. സംഗമയുഗത്തിൽ ബാബ യജ്ഞം രചിച്ചിരിക്കുകയാണ്. ഈ യജ്ഞ സംരക്ഷണത്തിനായി സത്യമായ പവിത്ര ബ്രാഹ്മണനാകണം. കർമ്മം ചെയ്തുകൊണ്ടും ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മുടെ ദീർഘയാത്ര സമാപ്തമാവുകയാണ്. നാം 5000 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ്.
പലതരത്തിലുള്ള പാർട്ട് അഭിനയിച്ച് നാം നന്നേ തളർന്ന് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ബാബ വന്ന് നമ്മുടെ ഈ യാത്രയെക്കുറിച്ചും നമ്മെക്കുറിച്ചും സ്വയം തൻ്റെയും പരിചയം തന്ന് നമ്മെ ജ്ഞാനി യോഗിയാക്കി മാറ്റി. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം. അതിനാൽ ഈ പഴയ ലോകത്തിനോട് പരിധിയില്ലാത്ത വിരക്തി വെച്ച് നമ്മുടെ ബുദ്ധിയോഗം എപ്പോഴും ബാബയിൽ തന്നെ വെച്ചിരിക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ സംഗമയുഗത്തിൽ വിശ്വപരിവർത്തനത്തിനായി ബാബ യജ്ഞം രചിച്ചിരിക്കുകയാണ്. ഈ യജ്ഞം സത്യമായ പവിത്ര ബ്രാഹ്മണർക്ക് മാത്രമേ സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ. അതിനാൽ സത്യമായ പവിത്ര ബ്രാഹ്മണനായി തീരണം. യജ്ഞം സംരക്ഷിക്കണം. ഒപ്പം കർമ്മം ചെയ്തുകൊണ്ടും ബാബയുടെ ഓർമ്മ നിലനിർത്തണം. വരദാനം: ആദിരത്നത്തിൻ്റെ സ്മൃതിയിലൂടെ തൻ്റെ ജീവിതത്തിൻ്റെ മൂല്യമറിയുന്ന സദാ സമർത്ഥരായി ഭവിക്കട്ടെ. ഏതുപോലെ ബ്രഹ്മാവ് ആദിദേവനാണോ, ഇതുപോലെ ബ്രഹ്മകുമാർ കുമാരികൾ ആദിരത്നങ്ങളാണ്. ആദിദേവന്റെ കുട്ടികൾ മാസ്റ്റർ ആദിദേവരാണ്. ആദിരത്നമെന്ന് മനസ്സിലാക്കുന്നതിലൂടെ തൻ്റെ ജീവിതത്തിൻ്റെ മൂല്യം അറിയാൻ സാധിക്കും. കാരണം ആദിരത്നമെന്നാൽ പ്രഭുവിൻ്റെ രത്നമാണ്, ഈശ്വരീയ രത്നമാണ്. എത്ര അമൂല്യമാണ്! ഇതിനാൽ സദാ സ്വയം തന്നെ ആദിദേവന്റെ കുട്ടികളായ മാസ്റ്റർ ആദിദേവൻ ആദിരത്നമെന്ന് മനസ്സിലാക്കി ഓരോ കർമ്മവും ചെയ്യൂ. എങ്കിൽ സമർത്ഥ ഭവ എന്ന വരദാനം ലഭിക്കും. ഒന്നും വ്യർത്ഥമായി പോകില്ല. നാം ബ്രഹ്മകുമാർ കുമാരിമാരാണ്. അതായത് ആദിദേവനായ ബ്രഹ്മബാബയുടെ സന്താനങ്ങളാണ്. ബ്രഹ്മബാബ ആദിദേവനാണ്. ഇതിനാൽ നമ്മൾ ഓരോരുത്തരും മാസ്റ്റർ ആദിദേവനാണ്, ആദിരത്നമാണ്. ഇങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം അറിയാൻ സാധിക്കും. നാം പ്രഭുവിൻ്റെ രത്നമാണ്, ഈശ്വരീയ രത്നമാണ്. എപ്പോഴാണോ ഇങ്ങനെ സദാ തന്നെ ആദിദേവന്റെ കുട്ടികളായ മാസ്റ്റർ ആദിദേവൻ ആദിരത്നം എന്ന് മനസ്സിലാക്കി ഓരോ കർമ്മവും ചെയ്യുന്നത്, അപ്പോൾ സമർത്ഥ ഭവയുടെ വരദാനം ലഭിക്കുന്നു. അതായത് ഓരോ കർമ്മവും അർത്ഥവത്താകുന്നു. ഒന്നും തന്നെ വ്യർത്ഥമായി പോകില്ല. സ്ലോഗൻ: ജ്ഞാനി തു ആത്മാവ് അവരാണ്. ആരാണോ ചതിവ് പറ്റുന്നതിന് മുൻപ് തന്നെ തിരിച്ചറിഞ്ഞ് സ്വയം തന്നെ സംരക്ഷിക്കുന്നത്. ഓം ശാന്തി.